ഹായ് മേരെ പ്യാരെ ബച്ചോ സബ്കോ ആദാബ്. 9ാം ക്ലാസ്സിൽ ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എജുപോർട്ടിൻ്റെ ഉറുദു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മക്കളെ, ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗസലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. നമുക്കറിയാം, ഗസൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദീവാറോം സേ മിൽക്കർ രോന അച്ചാ ലഗ്താ ഹെ, നല്ല ഈണത്തിൽ നമ്മൾ പാടി നോക്കിയിട്ടുണ്ട് അല്ലേ. ഹംബി പാഗൽ ഹോ ജായെങ്കി ഐസാ ലഗ്താ ഹെ. ഇവിടെ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നാളത്തെ എക്സാമിന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് സർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. देखिए बच्चों, ഗസൽ ഉറുദു ഷായരിക്ക് ആബ്രു ഹെ. ഗസൽ എന്നാൽ ഉറുദു ഷായരിക്ക്, ഉറുദു കവിതയുടെ ആബ്രു ഹെ, അഭിമാനമാകുന്നു എന്നുള്ളതാണ് അല്ലേ. ഗസൽ ഉറുദു ഷായരിക്ക് ആബ്രു ഹെ. ഓക്കെ, ഗസൽ കെ ബാരെ മേ, ഗസലിനെ കുറിച്ച് ആപ് ക്യാ ജാനത്തെ ഹെ, നിങ്ങൾക്ക് എന്താണ് അറിയാം? ആപ് ക്യാ ജാനത്തെ ഹെ, ഗസലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ബച്ചോ അപ്നെ അൽഫാസ് മേ ലിഖിയെ, കുട്ടികളെ അപ്നെ അൽഫാസ് മേ ലിഖിയെ, നിങ്ങളുടേതായിട്ടുള്ള വാക്കുകളിലൂടെ കുറിച്ചു വെച്ചാലും. അപ്പോൾ നമ്മൾ പഠിക്കുന്നു, കൃത്യമായിട്ട് ഗസലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു പോകുന്നു. ഓക്കെ അല്ലടാ. ദേഖിയെ, ഗസൽ ഉറുദു ഷായരിക്ക് ആബ്രു ഹെ. ഒന്നാമത്തെ സെന്റൻസ് നമ്മൾ എഴുതി. ഗസൽ എന്നാൽ ഉറുദു ഷായരിക്ക്, ഉറുദു കവിതയുടെ ആബ്രു ഹെ, അഭിമാനമാകുന്നു. മക്കളെ, ആദ്യം തന്നെ പറയട്ടെ, 4 മാർക്കിന്റെ ചോദ്യമായിട്ടായിരിക്കും ഇത് വരിക കേട്ടോ. 4 മാർക്കിന്റെ ചോദ്യമായിട്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നു. ഇതിലൂടെ തന്നെ ഒരുപാട് വൺ വേർഡ് ചോദ്യങ്ങളും ഈ നോട്ട്സിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ക്ലിയർ അല്ലടാ? ഓക്കെ ആണ്. ഗസൽ ഉറുദു ഷായരിക്ക് ആബ്രു ഹെ, ഏക് മക്ബൂൽ തെരീൻ സിൻഫ് സുഹ്നെ. ഇതെന്താണ്? നല്ല സ്വീകാര്യമായിട്ടുള്ള എന്താണ്? ഏക് മക്ബൂൽ തെരീൻ സിൻഫ് ഹെ, വളരെയധികം സ്വീകാര്യത നേടിയിട്ടുള്ള ഒരു കാവ്യ വിഭാഗമാണ് ഗസൽ എന്നത്. ഏക് മക്ബൂൽ തെരീൻ സിൻഫ് ഹെ, ഏറ്റവും സ്വീകാര്യത നേടിയിട്ടുള്ള ഒരു കാവ്യമാണ് ഗസൽ എന്നത്. ഗസൽ ഇഷ്ക് കി കഹാനി ഹെ. ഗസൽ എന്നാൽ ഇഷ്ക് കി, പ്രണയത്തിന്റെ ഏക് കഹാനി ഹെ, കഥയാകുന്നു. ഗസൽ ഇഷ്ക് കി കഹാനി ഹെ. അതുപോലെ തന്നെ ഗസൽ അറബി ലഫ്സ് ഹെ. ഗസൽ എന്ന പദം അറബി ലഫ്സ് ഹെ, ഒരു അറബി പദമാകുന്നു. ഗസൽ അറബി ലഫ്സ് ഹെ, അറബി പദമാകുന്നു. ജിസ്കാ മാന, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഔറത്തോം സേ ബാത്തേം കർണ. ഔറത്തോം സേ ബാത്തേം കർണ, സ്ത്രീകളോട് സംസാരിക്കുക എന്നുള്ളത് അതിന്റെ ഒരു അർത്ഥമാണ്. ഔറത്തോം സേ ബാത്തേം കർണ, അല്ലെങ്കിൽ ഔറത്തോം കി ബാത്തേം കർണ, സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുക. ഔറത്തോം കി ബാത്തേം കർണ, സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുക. ഓക്കെ, ഇത് രണ്ടും അതിന്റെ മീനിങ് ആയിട്ട് വരുന്നതാണ് കേട്ടോ, ഗസൽ എന്ന വാക്കിന്റെ അർത്ഥം. എന്നാൽ ഗസൽ കാ പഹ്ലാ ഷിർ കോ മത്ലഹ് കഹ്താ ഹെ. ഗസലിന്റെ ആദ്യത്തെ വരിക്ക് പഹ്ലാ ഷിറിന് നമ്മൾ എന്താ പറയാ? മത്ലഹ് കഹ്താ ഹെ, മത്ലഹ് എന്നാണ് പറയാ. അപ്പൊ ദേഖിയെ, ദീവാറോ സേ മിൽക്കർ രോന അച്ചാ ലഗ്താ ഹെ എന്നുള്ളത് എന്താണ്? ഇതിന്റെ മത്ല ആണ്, മത്ല. ഓക്കെ, ഇതിന്റെ പഹ്ലാ ഷിറാണ്, അതിന് നമ്മൾ എന്ത് പറയും? മത്ല എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ആഹിരി ഷിഹ്റുക്കോ, അവസാനത്തെ വരി, ആഹിരി ഷിഹ്റുക്കോ, അവസാനത്തെ വരി നമ്മൾ എന്ത് പറയും? മക്തഹ് കഹ്താ ഹെ, മക്തഹ് എന്ന് പറയും. അതായത് അവസാനത്തെ വരിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അവസാനത്തെ വരി എന്ന് പറയുന്നു, അവസാനത്തെ വരി നമ്മൾ മക്തഹ് എന്ന് പറയും. മക്തഹ് കഹാ ജാതാ ഹെ, മക്തഹ് എന്ന് പറയും നമ്മൾ. ഓക്കെ, देखिए, അതുപോലെ തന്നെ ഇസ്മേ ഷായർ അപ്നെ തഹല്ലുസ് ലിഖ്താ ഹെ. ആ ഒരു വരിയിലൂടെ, അവസാനത്തെ 2 വരികളിലൂടെ കവി എന്ത് ചെയ്യാറുണ്ട്? ഇസ്മേ ഷാഹിർ അപ്നെ തഹല്ലുസ് ലിഖ്താ ഹെ, തന്റെ ഷോർട്ട് നെയിം. ഇവിടെ കൈസർ എന്നുള്ളത് എന്താണ്? കൈസർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഷോർട്ട് നെയിം ആണല്ലേ. അപ്പോൾ देखिए, അദ്ദേഹത്തിന്റെ കവിയുടെ അപ്നെ തഹല്ലുസ് ലിഖ്താ ഹെ, ഷോർട്ട് നെയിം എഴുതുന്നു. ഗസൽ മേ, ഗസലിൽ കാഫിയ ഔർ റദീഫ് की പാബന്ദ് होती है. ഗസലിൽ എപ്പോഴും കാഫിയുടെയും റദീഫിന്റെയും പാബന്തി ഹോത്തിയെ. പാബന്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഘടന, സ്ട്രക്ചർ ഹോത്തിയെ ഉണ്ടായിരിക്കും. കാഫി എന്താണ്, റദീഫ് എന്താണ്, നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ പഠിക്കൂട്ടോ. അപ്പോൾ എല്ലാ ഗസലിനും എന്തുണ്ടായിരിക്കും? ഗസൽ മേ കാഫിയ, കാഫിയുടെയും റദീഫ് की പാബന്ത് ഹോത്തിയെ, അതിന്റെ ഘടന ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മീർസ ആലിബ്, ഇവിടുന്ന് നന്നായിട്ട് പഠിക്കണേ. മീർസ ആലിബ് ഗസൽ കെ ബാദുഷാഹ്, ഗസലിന്റെ ഒരു ചക്രവർത്തിയാണ്, ഗസലിന്റെ ഒരു രാജാവാണ് മീർസ ആലിബ്. അതുപോലെ ഉറുദുവിൽ ബഹുത്ത് സേ ഗസൽ കോ ഷൂറാ ഹെ. ഉറുദുവിൽ ഒരുപാട് ഗസലിന്റെ കവിമാരുണ്ട്. അവർ ഗലോഖാർ ഹെ, എന്താണ്? പാട്ടുകാരുമുണ്ട്. ഓക്കെ, ഗസൽ എഴുതുന്ന ആളുകളുണ്ട്, ഗസൽ ഗലോഖാർ, ഗസൽ പാടുന്ന ആളുകളുമുണ്ട്. ഗസൽ എഴുതുന്ന ആളുകളും ഗസൽ ഗലോഖാർ ഹെ, ഗസൽ പാടുന്ന ആളുകളുണ്ട്. അപ്പോൾ മീർ തക്ക് മീർ, അതുപോലെ തന്നെ ഫിറാഖ് ഉരക്പൂരി, ജിഗർ മുറാദാബാദി, വൈറ തുടങ്ങിയവരൊക്കെ എന്താണ്? ഉറുദുക്കെ മഷ്ഹൂർ, ഉറുദുവിലെ പ്രശസ്തരായിട്ടുള്ള ഗസൽ കോ ഷൂറാ ഹെ, ഗസലിന്റെ കവിമാരാകുന്നു. ഗസൽ എഴുതുന്ന ആളുകളാണ് ആരൊക്കെ? മീർ തക്ക് മീർ, അതുപോലെ തന്നെ ഫിറാഖ് ഗോരഖ്പൂരി, ജിഗർ മുറാദാബാദി, വൈറ തുടങ്ങിയ
ആളുകളൊക്കെ ഉറുദുക്ക് മഷഹൂർ, ഉറുദുവിലെ പ്രശസ്തരായിട്ടുള്ള ഗസൽ ഗോ ഷൂറ ഹെ, ഗസലിന്റെ കവിമാരാകുന്നു. പങ്കജ് ഉദാസ്, മുഹമ്മദ് റഫി, ഹരിഹരൻ, മെഹദി ഹസൻ തുടങ്ങിയ, അതേപോലെ ഡോക്ടർ രാധിക ചോപ്ര വൈറ മഷഹൂർ ഗസൽ ഗലോഗാർ ഹെ, ഇവരൊക്കെ പ്രശസ്തരായിട്ടുള്ള ഗലോഗാർ ഹെ, ഗസൽ പാടുന്ന ആളുകളാണ്. ഇവരെ നമ്മൾ തരംതിരിച്ച് പഠിക്കുന്നു. ഗസൽ ഗോ ഷൂറ നമ്മൾ പഠിക്കുന്നു, ഗസൽ ഗലോഗാർ ഗസൽ പാടുന്ന ആളുകൾ നമ്മൾ പഠിക്കുന്നു. ഗസലിന്റെ പഹ്ലാ ഷിറിന് എന്താണ് സർ പറയാന്ന് പറഞ്ഞു. അതുപോലെ ഗസൽ കാ ആഹിരി ഷിർ, അവസാനത്തെ വരിക്ക് എന്താണ് പറയാമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഗസലിന്റെ പ്രത്യേകത ഉസൂസിയാത്തുകളും ഇവിടെ ചർച്ച ചെയ്തു. അതുകൊണ്ട് തന്നെ വൺ വേർഡ് ചോദ്യങ്ങളും ഇവിടെ നിന്ന് വരാം. അതുപോലെ എസ്സേ ടൈപ്പായിട്ട് ഗസലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എന്നുള്ള ചോദ്യം വരാം. അപ്പോൾ എല്ലാ മക്കളും കൃത്യമായിട്ട് ഈ ഒരു ചോദ്യം പഠിക്കുക, ചോദ്യത്തിന് ആൻസർ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ, ഖുദാ ഹാഫിസ്, ബൈ.